പി ശശിക്കെതിരെ സിപിഎമ്മിന് നൽകിയ പരാതിയുടെ പകർപ്പ് പുറത്തുവിട്ട് പി വി അൻവർ. സ്വർണ്ണക്കൊള്ളയിൽ ശശിക്കും പങ്ക് എന്നതടക്കമുള്ള വിഷയങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് അൻവറിന്റെ പരാതി. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ പി വി അൻവർ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു പ്രത്യേകമായി. ആ സമയത്ത് നമ്മളാണ് ചോദിക്കുന്നത്, ഈ പരാതി എന്തായാലും ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് പാർട്ടി, അതുമായി ബന്ധപ്പെട്ട് പരാതി പുറത്തുവിടുമോ എന്ന്. നാളെ പുറത്തുവിടും എന്ന് പി വി അൻവർ നമ്മളോട് പറയുന്നു. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞ് ആ പരാതി പുറത്തുവിടുമ്പോൾ അതിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് അരുൺ? അതായത് വിവിധ കോണുകളിൽ നിന്ന് പി ശശിക്കെതിരെ അൻവർ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി വൃത്തങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ ഘട്ടത്തിലാണ് അൻവർ ഇന്ന് രാവിലെ കൂടി പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അന്ന് ഈ റിപ്പോർട്ടും കൂടെ പുറത്തുവിടുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് നിയമപരമായുള്ള പരാതിയും നൽകി, പാർട്ടിക്കെതിരെയുള്ള രാഷ്ട്രീയപരമായ കാര്യമായതുകൊണ്ടാണ് പാർട്ടിക്ക് പരാതി നൽകിയത്. പി ശശിയെ കുറിച്ച് അക്കമിട്ട് നിരത്തിയുള്ള പരാതിയാണ്. അതായത് ഈ സോളാർ കേസ് ഉൾപ്പെടെ സ്വർണ്ണക്കള്ളക്കടത്തുമായുള്ള ബന്ധം ഉൾപ്പെടെ ഈ സന്ദീപാനന്ദയുടെ ആശ്രമം കത്തിച്ച വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടക്കം മുതൽ അൻവർ ഉന്നയിച്ച എന്താണോ മുഖ്യമന്ത്രിക്ക് നൽകിയ 11 പരാതികളിലും പറയുന്നത്, ഇതുമായി ശശിയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ പോലീസുമായുള്ള ബന്ധം പോലീസ് വഴിവിട്ട് ഒരു കോക്കസായി പ്രവർത്തിക്കുന്നു, അതിന് മുന്നിൽ പി ശശിയാണെന്ന തരത്തിലുള്ള ഈ ഒന്നാം പിണറായി സർക്കാരിന് 2ാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പോലീസിനുണ്ടായ ചീത്തപ്പേര് അതിന് പിന്നിൽ ശശിയാണ്. ശശി ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കും, എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി വേണം എന്നുള്ള തരത്തിൽ തന്നെ ആഞ്ഞടിച്ചുള്ള ഒരു പരാതി കൂടിയാണ്, തുറന്നടിച്ചുള്ള ഒരു പരാതി തന്നെയാണ് പി വി അൻവർ നൽകിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് വിവിധ കോണുകളിൽ നിന്ന് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പുറത്തുവിടുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പി വി അൻവർ MLA ഈ പരാതിയുടെ പകർപ്പ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. മാധു, ഈ ഓരോ വിഷയത്തിലും തലക്കെട്ടിട്ട് അതിൽ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയാണ്. അപ്പോൾ CPM പി ശശിക്ക് ക്ലീൻ ചിറ്റ് നൽകുമ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം അത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കുകയാണ്. അതെ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. അത് ഒരു ആരോപണമായാലേ കാണാൻ കഴിയൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു ആരോപണത്തിന്റെ പേരിൽ കേസ് നടപടിയിലേക്കോ മറ്റു ഒന്നും കടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴാണ് അതിനെയൊക്കെ ഗണ്ണിച്ചുകൊണ്ടുള്ള അൻവറിന്റെ ഒരു കൗണ്ടറായി തന്നെ ഈ പരാതിയെ കാണേണ്ടി വരും. കാരണം അൻവർ നേരത്തെ പറയുന്നുണ്ട്, വ്യക്തമായി ഞാൻ പറഞ്ഞതാണ്, അപ്പോൾ അങ്ങനെയൊന്നും പരാതി അറിഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നൊക്കെ CPM വൃത്തങ്ങളിൽ നിന്നുള്ള മറുപടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പരാതി വിശദമായി തന്നെ അൻവർ പുറത്തുവിടുന്നത്. നിരവധിയായ വിഷയങ്ങളുണ്ട് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ വിഷയം. ഇതിനെല്ലാം പിന്നിൽ പി ശശിയാണ്. പി ശശി പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുമെന്ന് തുടക്കഘട്ടത്തിൽ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് തന്നെയാണ് പരാതിയിൽ നൽകിയിരിക്കുന്നത്. വിശദമായ പരാതി തന്നെയാണ് എന്നുള്ളത് അൻവറിന്റെ നിലപാട്, അൻവറിന്റെ നയം വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പരാതി പുറത്തുവിട്ടതിലൂടെ കൂടി വ്യക്തമാകുന്നത്. മാധു, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട പരാമർശം CPMന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തിനിടയ്ക്ക് പാർട്ടി നേരിട്ട് ഏറ്റെടുത്ത കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ സമരമായിരുന്നു സോളാർ തട്ടിപ്പ് കേസിലെ സമരം. UDFനെ പിടിച്ചുകുലുക്കുകയും 2016 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലുയർത്തിയ പ്രധാന വിഷയമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. അതിൽ ഈ ADGPയെ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരി CBI അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുകയും തുടർന്ന് സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. അവരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവർ പറഞ്ഞ കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്ന് തന്നെയാണ്. നിയമബിരുദം നേടിയിട്ടുള്ള നമ്മുടെ വനിതാ നേതാക്കളുടെ ഒരു സംഘത്തെ പരാതിയുമായി നേരിട്ട് സംസാരിച്ചാൽ ഇത്തരം പാർട്ടിക്ക് മനസ്സിലാകുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു, സോളാർ കേസിൽ അദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ. ഇതിലൊക്കെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി കണക്ട് ചെയ്യുകയാണ് പി വി അൻവർ. അതെ, അൻവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന 8 പ്രധാന വിഷയങ്ങൾ, അതിൽ രണ്ടാമതാണ് ഈ ഒരു സോളാർ കേസ് പരാമർശം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ADGPയെ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു ADGP ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന്, സോളാർ കേസ് അട്ടിമറിക്കാൻ, രാഷ്ട്രീയപരമായി തന്നെ അട്ടിമറിക്കാൻ പരാതിക്കാരെ ഉൾപ്പെടെ സ്വാധീനിച്ചു, പരാതിക്കാരെ സഹായിച്ചു എന്ന തരത്തിൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളായിരുന്നു അൻവർ പുറത്തുവിട്ടത്. അതിലാണ് ഇപ്പോൾ പി ശശിയുടെ ബന്ധം കൂടി ഇതിൽ പരാമർശിച്ചു പോകുന്നത്. ഇത് പാർട്ടിയെ എങ്ങനെയൊക്കെ പ്രതിസന്ധിയിലാക്കും, ഇതിനെ എങ്ങനെയൊക്കെ മറികടക്കും, അതിന് ശശിയെ ഒഴിവാക്കിയേ തീരൂ എന്ന തരത്തിലാണ് അൻവറിന്റെ പരാതിയുടെ ഒരു ഫോക്കസ് ഉള്ളത്. അത് തന്നെയാണ് അവസാന ഘട്ടത്തിലും ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതായത് പൊതുസമൂഹത്തിന്റെയും രാജ്യദ്രോഹത്തിന് നടപടിയെടുക്കാൻ വേണ്ട ഇടപെടലുകൾ പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം അവിടെ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അൻവർ ഈ പരാതികളിലെല്ലാം പറഞ്ഞു പോകുന്നത്. ഒപ്പം തന്നെ പാർട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ പോലും സാധാരണ സഖാക്കൾക്ക് മറുപടി പറയാൻ നൽകാത്ത, പാർട്ടിക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും സാധാരണ സഖാക്കൾക്ക് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യമായി. അത് പി ശശിയുടെ ഇത്തരത്തിലുള്ള നയങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്
എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതിലുള്ള 8 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു പരാതി തന്നെ PV അൻവർ ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട കേസിൽ സ്വീകരിച്ച നിലപാട് അറസ്റ്റ് ചെയ്യുമെന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉറപ്പ് നൽകിയിട്ട് നടന്നില്ല. സോളാർ കേസ്, അതിനൊപ്പം തന്നെ പിന്നീട് അക്കമിട്ട് പറയുന്നത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ്, പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം, കോഴിക്കോട്ടെ ഒരു വ്യാപാരിയുമായി ബന്ധപ്പെട്ട കേസ്, പ്രതിപക്ഷ നേതാവിന് എതിരെ ഉന്നയിച്ച ആരോപണം, രാഹുൽ ഗാന്ധി വിവാദം, പാർക്കിലെ മോഷണ കേസ്, ഏറ്റവും അവസാനം സാമ്പത്തിക തർക്കത്തിലെ മധ്യസ്ഥൻ. പാർട്ടി നേതൃത്വത്തോടെ എനിക്ക് അവസാനം പറയാനുള്ളത്, പാർട്ടി അവരോധിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ കച്ചവടക്കാർ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ അന്യായമായി ഒരു കക്ഷിക്കൊപ്പം നിന്ന് ലക്ഷങ്ങൾ പാരിതോഷികം വാങ്ങുന്നുണ്ടെന്നും ചില കേസുകൾ 2 പാർട്ടിക്കാർക്കും തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കി കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിച്ച് കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ടെന്നും സൂചനയുണ്ട്. ഇക്കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കണമെന്നടക്കം 8 കാര്യങ്ങൾ തലക്കെട്ടിട്ട് അണ്ടർലൈൻ ചെയ്തുകൊണ്ടാണ് പാർട്ടിക്ക് കൈമാറിയ പരാതിയിൽ PV അൻവർ പറയുന്നത്. അതിന്റെ പൂർണ്ണരൂപം മാധ്യമങ്ങൾക്കടക്കം നൽകുകയാണ്, പുറത്ത് വിടുകയാണ് PV അൻവർ. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത് വിശദമായി.